നമസ്കാരം. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന ഒന്നാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം. ഒരുപാട് കണക്കുകൂട്ടിയാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. പക്ഷെ ചിലപ്പോഴെങ്കിലും ഈ കണക്കുകൂട്ടലൊക്കെ പിഴച്ചു പോകാറുണ്ട്. അപ്രതീക്ഷിതമായ പലതും ജീവിതത്തിൽ വന്നു ചേരും. പ്രത്യേകിച്ച് ജോലിക്കായി വിദേശ രാജ്യങ്ങളിൽ പോകുന്ന പ്രവാസികൾക്ക് അനേകം സ്വപ്നങ്ങളുമായിട്ടാണ് ഓരോ പ്രവാസിയും വിമാനം കയറുന്നത്. വിദേശത്ത് കുടിയേറുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് മിക്ക മലയാളികൾക്കും ഒറ്റ ഉത്തരമാണുള്ളത്: നാട്ടിൽ നിന്നാൽ പണം ഉണ്ടാക്കാനാകില്ല. വിദേശത്തേക്ക് കുടിയേറുന്ന മലയാളികളിൽ പലരും ലക്ഷറി ജീവിതവും സ്വപ്നം കാണുന്നവരാണ്. വിദേശ രാജ്യങ്ങളിലെ ഉയർന്ന ജീവിത നിലവാരമാണ് മലയാളികളെ കുടിയേറാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകം. മറ്റൊന്ന്, ബ്ലൂ കോളർ ജോലികളെ ബഹുമാനിക്കാൻ കേരളം ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്നാണ് പലരും പറയുന്നത്. വിദേശ രാജ്യങ്ങൾ ബ്ലൂ കോളർ ജോലിക്കാരെ രണ്ടാം കിടക്കാരായി കാണുന്നില്ല എന്നതാണ് അങ്ങോട്ടേക്ക് കുടിയേറാൻ പ്രേരിപ്പിക്കുന്നത്. ഉയർന്ന നിലവാരമുള്ള വിദേശ വിദ്യാഭ്യാസമാണ് മറ്റൊന്ന്. നാട്ടിൽ 5 രൂപ തികച്ച് സമ്പാദിക്കാൻ കഴിയാതിരുന്ന സാധാരണക്കാർ ഗൾഫിൽ പോയി സമ്പാദിക്കാൻ തുടങ്ങി. അവർ മാസം തോറും നാട്ടിലേക്ക് അയച്ച പണത്തിന്റെ ബലത്തിൽ ഇവിടെയും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കണമെന്നില്ല. നനച്ചിരിക്കാതെയായിരിക്കും ഒട്ടും നല്ലതല്ലാത്തത് പലതും ജീവിതത്തിൽ വരുന്നത്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി പോയി അപ്രതീക്ഷിത രോഗങ്ങളും മരണങ്ങളും ഒക്കെ പ്രവാസികളുടെ ജീവിതത്തിൽ വരാറുണ്ട്. ഒരു പ്രവാസിയുടെ സ്വപ്നം പൊലിയുമ്പോൾ ഒരു കുടുംബത്തിന്റെ കൂടി സ്വപ്നമാണ് പൊലിയുന്നതെന്ന് ഓർക്കണം. എന്നാൽ ഇപ്പോൾ UAE നിന്ന് വരുന്ന വാർത്ത പ്രവാസികൾക്ക് ഏറെ ഗുണമുള്ള ഒന്നാണ്. ഇന്ത്യൻ ബ്ലൂ കോളർ തൊഴിലാളികൾക്കായി പുതിയ ഗ്രൂപ്പ് പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് UAE. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ തൊഴിലാളികൾക്കൊപ്പം തന്നെ അവരുടെ കുടുംബത്തിനും സാമ്പത്തിക സുരക്ഷ നൽകും എന്നതാണ്. ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ലൈഫ് ഇൻഷുറൻസ്, അംഗവൈകല്യ പരിരക്ഷ, മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകൽ സഹായം തുടങ്ങിയവയും പദ്ധതിയിൽ ഭാഗമാകുന്നവർക്ക് ലഭിക്കും. 32 ദിർഹത്തിന്റെ വാർഷിക പ്രീമിയത്തിൽ സ്വാഭാവികമോ അപകടമോ ആയ മരണത്തിന് 35,000 ദിർഹം വരെയായിരിക്കും നഷ്ടപരിഹാരം ലഭിക്കുക. 18 മുതൽ 69 വയസ്സ് വരെ പ്രായമുള്ള തൊഴിലാളികൾക്ക് ഈ പദ്ധതിയിൽ ചേരാം. 10-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ജീവനക്കാരെ ഉൾപ്പെടുത്താവുന്നതാണ്. അപകടത്തിൽ ഭാഗികവും പൂർണ്ണവുമായ വൈകല്യം സംഭവിക്കുന്നവർക്കും മൃതദേഹങ്ങൾ സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനും 12,000 ദിർഹം വരെ ലഭിക്കുമെന്നാണ് അറിയുന്നത്. നേരത്തെ കമ്പനി ഇൻഷുറൻസ് പോളിസികൾ പ്രധാനമായും ജോലി സംബന്ധമായ പരിക്കുകൾക്കും അപകടത്തിനും മാത്രമായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ പുതിയ സ്കീമിൽ തൊഴിലാളികളുടെ സ്വാഭാവിക മരണങ്ങൾക്കും സംരക്ഷണം ലഭിക്കുന്നുണ്ട്. കൂടുതൽ സമഗ്രമായ ഒരു ഇൻഷുറൻസ് പരിരക്ഷയാക്കി മാറ്റിക്കൊണ്ട് മറ്റ് രാജ്യക്കാരായ തൊഴിലാളികൾക്ക് ഇടയിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കാൻ നീക്കമുണ്ട്. പലരും വിചാരിക്കും പോലെ പ്രവാസ ജീവിതം അത്ര എളുപ്പമുള്ള ഒന്നല്ല. മരണത്തെ പോലും അവഗണിച്ച് മരുഭൂമിയിൽ ചോര നീരാക്കി പണിയെടുക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട് നമുക്ക്. എന്തായാലും അവർക്കെല്ലാം ഇത് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.